ഈ നോമ്പ് കാലത്ത് നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആരും അറിയരുതെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നല്ലേ? യെസ്, ബാഡ് ബ്രെഡ് അല്ലെങ്കിൽ വായനാറ്റം. മിക്ക ഓരോ ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും, അതിപ്പോൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിംഗ് പീരീഡുകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവായിരിക്കും, ബാക്ടീരിയൻ്റെ ആക്ഷൻ കൂടുതലായിരിക്കും, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫൗൾ സ്മെൽ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് കുറയ്ക്കാനൊക്കെ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രഷിങ്. ആസ് ഓൾവേസ് 2 ടൈം ബ്രഷ് ചെയ്യുക. സുഗോ ടൈമിലും ഇഫ്താർ ടൈമിലും ബ്രഷ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഫ്ലോസിങ് കൂടി ചെയ്യുക. ഫ്ലോസ് ചെയ്താൽ മാത്രമേ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ പോവുള്ളൂ. അതുകൊണ്ട് അത് കമ്പൽസറി ആയിട്ട് ചെയ്യുക. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കാം. നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂടുമ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഈ ഒരു ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഓവർ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇതുകൊണ്ട് ആസിഡ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ബാക്ടീരിയൻ്റെ ആക്ഷൻ ഫേവർ ചെയ്യുന്ന രീതിയിലേക്കാണ് എത്തുന്നത്. പിന്നെ ഈ ഓർഡർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഗാർലിക് അല്ലെങ്കിൽ ഓണിയൻ ഇതൊക്കെ റോ ആയിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്യൂമർ കൂടുതലായിട്ടുള്ളത് ഒഴിവാക്കാൻ നോക്കാം. ഇതൊക്കെ ഒരു ഫോൾ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ചെയ്യാൻ കാര്യം, ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടങ് ക്ലീനിങ്. ഇത് മസ്റ്റാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ ഈ ഒരു ബാഡ് ബ്രെത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.